ഓരോ കുഞ്ഞിനും സ്നേഹത്തിനുള്ള അവകാശമുണ്ടെന്ന സന്ദേശവുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു അവകാശം സ്നേഹത്തിന്. എൽസയുടെ ബൈസ്റ്റാൻഡർ ആരാ? സിസ്റ്റർ. എൽസ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. സിസ്റ്റർ, എൽസിയും കുഞ്ഞും? ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരൂ. ഓക്കെ സിസ്റ്റർ. എന്താണ് ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആന്റണി ഇരിക്കെ. ആന്റണി, നിങ്ങൾ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. കുഞ്ഞിന് ശാരീരിക വൈകല്യമുണ്ട്. എന്ത്? എന്റെ കുഞ്ഞിനോ? ഒരിക്കലുമില്ല. ഡോക്ടർ ശരിക്കും പരിശോധിച്ചോ? ആന്റണി, എനിക്ക് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. വെറുമൊരു ഊഹാപോഹത്തിന്റെ പേരിൽ പറഞ്ഞതല്ല. വി ഹാവ് ട്രൈഡ് അവർ ബെസ്റ്റ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ നടത്തി. ബട്ട് ദൈവമേ, ഞാൻ എങ്ങനെ ഒരു നോക്കും? ദൈവം. ആന്റണി, കരയാതെ. ഈ സമയത്ത് കുറച്ച് സംയമനത്തോടെ പെരുമാറണം. എല്ലാം ഈശ്വരിൽ നിന്നുള്ള വിധിയല്ലേ, നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റൂ. അമ്മയും കുഞ്ഞും റൂമിലുണ്ട്. ആന്റണി അവരെ പോയി ഒന്ന് കാണൂ. എൽസ, എൽസ, ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? എൽസ! ഇച്ചായ, നമ്മുടെ മോളല്ലേ, എനിക്ക് പറ്റില്ല. പറ്റില്ല എൽസ, ഈ കുഞ്ഞ് നമ്മുടെ ശാപമാണ്. ഞാൻ നോക്കില്ല. ഇച്ചായ, ഇവള് നമ്മുടെ രക്തല്ലേ, എങ്ങനെ ഉപേക്ഷിക്കും? എൽസ, അവൾ നിനക്കൊരു ഭാരമായിരിക്കില്ല, പക്ഷേ എനിക്കൊരു ഭാരമായിരിക്കും. ഇവൾക്ക് വേണ്ട ചികിത്സയില്ലേ? എൽസ, വർഷങ്ങളോളം എടുക്കും. ഈ ചികിത്സയുടെ പിന്നാലെ നടന്ന നമ്മുടെ ജീവിതവും കാശും നഷ്ടമാവും. എൽസ, എനിക്ക് ശബ്ദം കേൾക്കുമ്പോ ദേഷ്യം വരുന്നു, ഭ്രാന്താവുന്നു എനിക്ക്. അവളെ വായടക്ക് നീ. അങ്ങനെ പറയരുത്, എന്റെ വയറ്റിൽ വളർന്നതല്ലേ. എൽസ, ഞാൻ വീണ്ടും പറയാണ്, ഈ നാശത്തെ നമുക്ക് എവിടെയും കൊണ്ടു കളയാം. എനിക്ക് പേടിയാണ്. എൽസ, കുഞ്ഞിനെ തന്നെ, ഈ നാശത്തെ നീ തന്നെ എനിക്ക്. മാപ്പ് കുഞ്ഞെ, എനിക്ക് ശക്തിയില്ല. ഈ നാശത്തെ ഞാൻ എവിടെയും കൊണ്ട് കളയും. ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, നന്നായി തെരയി, ഒന്നും കിട്ടാതിരിക്കത്തില്ല. എടാ, ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? കുഞ്ഞോ? വല്ല പട്ടിയും പൂച്ചയായിരിക്കും. അല്ല, ദേ നോക്ക്, ഒരു എനക്കം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം. ചേച്ചി നോക്കിയേ, ഇതൊരു പെൺകുഞ്ഞാണല്ലോ, കയ്യിനു കാലിന് ആവതില്ലാത്തൊരു അസത്ത്. ഇനിയിപ്പോ കയ്യും കാലും തല്ലൊടിക്കണ്ടല്ലോ. വാ, ഇവിടുന്ന് വേഗം നമുക്ക് പോകാൻ നോക്കാം. വർഷങ്ങൾക്കു ശേഷം എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്കും വിശക്കണടാ, ഇന്നും നമുക്ക് ഭക്ഷണല്ലേ. എനിക്കും വയ്യ, നടക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇന്നത്തെ കളക്ഷൻ കുറഞ്ഞ ആ വാസുണ്ണൻ എന്നെ കൊല്ലും. എടാ, ശബ്ദം കുറയ്ക്ക്, ആ വാസുവണ്ണൻ കേട്ടാ അടി ഉറപ്പാ. എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നു. ഇനി എടുത്തു നടന്നതും
ഭക്ഷണം തന്നതും അമ്മേ. അമ്മയോ? അതാരാ? നമ്മളെ തേടി ആരും വരില്ല. അപ്പോ എനിക്കും അമ്മയുണ്ടാവോ? എന്തിനായിരിക്കും അവരെന്നോട് കൊണ്ടിട്ടുണ്ടാവുക? വാസുണ്ണൻ വരുന്നുണ്ടോ? എന്താടി ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല വാസുണ്ണ, ഒന്നുമില്ല. ഇന്നെങ്ങാനും കളക്ഷൻ കുറഞ്ഞ ഒറ്റെണ്ണത്തിനും തിന്നാനും കുടിക്കാനും കിട്ടത്തില്ല. ഓർമ്മയുണ്ടല്ലോ ഇന്നലത്തെ? ഞങ്ങൾക്ക് വയ്യ വാസുണ്ണ. ആർക്കാടി ഇവിടെ വയ്യാത്തത്? അല്ലല്ല വാസുണ്ണ, അല്ലല്ല. എനിക്ക് നടക്കാൻ വയ്യ. ഞാനിവിടെ ഇരുന്നോട്ടെ. നീ എന്താടി ഇവിടെ വെറുതെ ഇരിക്കുന്നേ? അവർക്കൊക്കെ കിട്ടുന്നേക്കാൾ കളക്ഷൻ കൂടുതൽ നിനക്ക് കിട്ടും. മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ മോളെ. നിന്റെ പേരെന്താ? എനിക്കറിയില്ല. അറിയില്ലേ? അതെന്താ? മോളുടെ കൂടെ ആരുമില്ലേ? അത് പിന്നെ എനിക്ക് പേടിയാ. അത് പറഞ്ഞാൽ എന്നെ തല്ലും. പേടിക്കണ്ട കേട്ടോ. ഇവിടെ തന്നെ നിക്കണേ. ആന്റി ദേ ഇപ്പൊ വരാം. മാഡം, ഇനി ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷേ ഈ കുട്ടിയെ ഇവിടെ പറ്റില്ല മാഡം. ഇവരെല്ലാം ഞങ്ങൾ സ്വീകരിക്കാം. എന്ത്? അതെന്താ അങ്ങനെ? ഇവൾക്ക് സ്പെഷ്യൽ കെയർ വേണം. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. മാഡം മനസ്സിലാക്കണം. അത് സാരമില്ല. എനിക്ക് ഈ അവഗണന എപ്പോഴും കിട്ടാറുള്ളതാ. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? മോളെ ഞാൻ കൊണ്ടുപോവാലോ. ഇനി മുതല് മോൾ എന്റെ കൂടെ ആയിരിക്കും. സന്തോഷായില്ലേ? മോളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. എന്നാൽ ഓക്കെ മാഡം. അരുമക്കിളി നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ, സ്നേഹമഴക്കൂടല്ലേ, മാറിലിളം ചൂടല്ലേ, കാവലിരിക്കാൻ വന്നേ അമ്മ മിഴിയേ, പാതിരകൾ പല
വർഷങ്ങൾക്കു ശേഷം. ഹലോ ആന്റി അമ്മേ. ആ നിലക്കുട്ടാ, ആന്റി അമ്മേ, ഞാൻ MBBS പാസ്സായി. കൺഗ്രാറ്റുലേഷൻസ്. ആന്റിയമ്മക്ക് സന്തോഷായി. ഇനി ഞാൻ വെറും നിലയല്ലാട്ടോ, ഡോക്ടർ നിലയാണ്. ഓ, അപ്പൊ പഴയ നിലക്കുട്ടനല്ല, ഡോക്ടർ നില. എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ഏട്ടാ, നമ്മുടെ നിലക്കുട്ടി MBBS പാസ്സായിട്ടോ. അവളിപ്പോ ഡോക്ടർ നിലുവാ. അതെയോ? വർഷങ്ങൾക്കു ശേഷം. ടോക്കൺ നമ്പർ 16 വന്നിട്ടില്ലേ? ആ ഓക്കെ ഞാൻ വരാട്ടോ. ആ ഓക്കെ, ഇരിക്കൂട്ടോ. ദേ നോക്കിയേ, ഇവളെ നമ്മുടെ കുഞ്ഞിനെ പോലല്ലേ? അതേ കൈകാലുകൾ. നമ്മുടെ കുഞ്ഞോ? നമ്മൾ ഉപേക്ഷിച്ച കൊച്ചോ? നമുക്ക് ദൈവം തന്ന ശിക്ഷയായിരിക്കും നമ്മുടെ ഈ ഒറ്റപ്പെട്ട അവസ്ഥ. എന്താ പ്രശ്നം? എന്തിനാ കരയുന്നത്? മോളെ. മോളോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മോളെ, ഞങ്ങളോട് ക്ഷമിക്കും മോളെ. ഈ പാപിയെ അച്ഛനോടും അമ്മയോട് ക്ഷമിക്കും മോളെ. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയുമായിരിക്കാം. ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആകുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് എന്നെ ഈ പദവിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ആന്റി അമ്മ. ഇന്ന് അവരാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ലോകവും എല്ലാം. നാളെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കാണാം. ഒന്നൂടെ തുടങ്ങാമിനി, പിടിക്കാമിനി, ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ. ഒരു കുഞ്ഞിനെ നാം ഉപേക്ഷിക്കുമ്പോൾ ഒരു ജീവിതം നഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു കുഞ്ഞിനെ നാം സ്വീകരിക്കുമ്പോൾ ഒരു സമൂഹം മാറുന്നു.